എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മെയ് മാസം 14-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസിലെ മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പരിപാടിയുടെ പേരെന്ത്? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പരിപാടിയുടെ പേരാണ് നാട്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ അഥവാ LEZ ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം? ഉത്തരം പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം. ലോ എമിഷൻ സോൺ എന്ന് പറയുമ്പോൾ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്, ലോ എമിഷൻ സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഒഡീഷ. ഒഡീഷയാണ് കേരളത്തിൻ്റെ കവചം എന്ന ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം അവരുടെ തീരപ്രദേശങ്ങളിൽ കൂടി നടപ്പിലാക്കാനായി തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, ഷാങ്ഹായിൽ വെച്ച് നടന്ന ആർച്ചറി ലോകകപ്പ് 2ാം പാദ മത്സരത്തിൽ റീകർവ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ടീമിലെ അംഗങ്ങൾ? ഷാങ്ഹായിൽ വെച്ച് നടന്ന ആർച്ചറി ലോകകപ്പ് 2ാം പാദ മത്സരത്തിൽ റീകർവ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ടീം അംഗങ്ങളാണ് അങ്കിത ഭട്ട്, കുംകും മുഹൂദ്, ദീപിക കുമാരി. അപ്പോൾ ആർച്ചറി ലോകകപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ 3 ഇന്ത്യൻ ടീം അംഗങ്ങളാണ് അങ്കിത ഭട്ട്, കുംകും മുഹൂദ്, ദീപിക കുമാരി. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വരുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അഥവാ ഗ്രാമീൺ VPGRMAG പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്? ഉത്തരം 2026 ജൂലൈ 1. നമുക്കറിയാം, തൊഴിലുറപ്പ് പേരായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA. അതിൻ്റെ എല്ലാം പേര് മാറ്റി ഇപ്പോൾ പുതിയ പേരിലാണ് ഇതറിയപ്പെടുന്നത്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ആ പദ്ധതി പ്രാബല്യത്തിൽ വരുന്ന ഡേറ്റ് ആണ് 2026 ജൂലൈ 1. ഇതിൽ നമുക്കറിയാം 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ ഈ പുതിയ പദ്ധതിയിൽ പറയുന്നത് 125 ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകുന്നത്. അങ്ങനെയാണ് ആ പുതിയ പദ്ധതി നിലവിൽ വരുന്ന ദിവസമാണ് 2026 ജൂലൈ 1. അടുത്ത ചോദ്യം, കൃഷി, പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം എന്നിവയെ ഒരു ഏകീകൃത ദേശീയ തന്ത്രത്തിലേക്ക് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച മിഷൻ? ഉത്തരം സെഹാത്ത് മിഷൻ. കൃഷി, പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം എന്നിവയെ ഒരു ഏകീകൃത ദേശീയ തന്ത്രത്തിലേക്ക് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മിഷനാണ് സെഹാത്ത് മിഷൻ. അതായത് രോഗചികിത്സാ മാതൃകയിൽ നിന്ന് പ്രതിരോധ പോഷകാഹാര അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ICAR-ന്റെയും ICMR-ന്റെയും സംയുക്ത സംരംഭമാണ് ഈ മിഷൻ. അപ്പോൾ ICAR-ഉം ICMR-ഉം കൂടെ സംയുക്ത സംരംഭമാണ് ഏതാണ്? സെഹാത്ത് മിഷൻ. അതെന്തിനാണ്? രോഗചികിത്സ, അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന മാതൃകയിൽ നിന്നും അത് മാറി രോഗത്തെ പ്രതിരോധിക്കുക, രോഗപ്രതിരോധ പോഷകാഹാര അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുക എന്ന രീതിയിൽ ICAR-ഉം ICMR-ഉം കൂടി സംഘടിപ്പിച്ചിട്ടുള്ള, അതായത് അവരുടെ സംയുക്ത ഒരു സംരംഭമാണ് സെഹാത്ത് മിഷൻ. അടുത്ത ഒരു പുരസ്കാരമാണ് 2026 മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്?
ഉത്തരം ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദ് നമുക്ക് അറിയാം, ചലച്ചിത്ര സംവിധായകനായ ശ്യാമപ്രസാദിന് ലഭിച്ച പുരസ്കാരമാണ് 2026 മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ചലച്ചിത്ര സംവിധായകൻ ശ്യാമപ്രസാദ്. ഇത്രയുമാണ് മെയ് 14 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും കൃത്യമായി കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. കൂടുതൽ മാർക്കുകൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് വാങ്ങാനായി ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.